അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഒരു ഐക്കോണിക് പോളിഷ് മീറ്റ് സ്റ്റിക്കാണ്. ഇതിൻ്റെ പേര് കബാനോസ് എന്നാണ്. അപ്പോൾ ഇതൊരു സോസേജിൻ്റെ വെറൈറ്റിയാണ്. ട്രഡീഷണലി പോർക്കാണ് ഈ കബാനോസ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കബാനോസിൽ കബാൻ എന്ന് പറഞ്ഞ വേർഡിൻ്റെ പോളിഷിലുള്ള അർത്ഥം തന്നെ യങ് പിഗ് എന്നാണ്. അപ്പോൾ ഈ ട്രഡീഷണലി കബാനോസ് ഉണ്ടാക്കുന്നത് ഒരുപാട് പ്രോസസ്സിങ്ങിലൂടെയാണ്, നാച്ചുറൽ പ്രോസസ്സിങ്ങിലൂടെയാണ്. അപ്പോൾ അതിൻ്റെ അത് അടങ്ങിയിരിക്കുന്നത് പോർക്കും പിന്നെ അതുപോലെ തന്നെ പൊട്ടറ്റോസുമാണ്. ഇത് നന്നായിട്ട് സ്മോക്ക് ചെയ്ത് ഡ്രൈ ഒക്കെ ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്നത് പോർക്കല്ല, അത് കബാനോസിൻ്റെ ബീഫ് വെറൈറ്റിയാണ്. അപ്പോൾ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള കബാനോസിന് ഒരു തുർക്കി കൾണറി ലൈനേജ് കൂടിയുണ്ട്. കാരണം തുർക്കിയിൽ കബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈൽഡ് ബോറാണ്, അതായത് കാട്ടുപന്നി. അപ്പോൾ ഇത് ഇരിക്കുന്നത് ലോങ് ഡ്രൈ സോസേജ് സ്റ്റിക്ക് പോലെ തന്നെയാണ്. ഇൻറ്റൻസ് സ്മോക്കിംഗ് കാരണം കൊണ്ട് അതിൻ്റെ ചുറ്റും തന്നെ നന്നായിട്ട് വ്രിങ്കിൾഡ് ആയിട്ട് ഇരിക്കണതാണ്. ഇതിൻ്റെ അത് നല്ല ഡ്രൈ ആയതുകൊണ്ട് മോയ്സ്ചർ കണ്ടന്റ് ഒരുപാട് കുറവായതുകൊണ്ട് ഇതിൻ്റെ ഷെൽഫ് ലൈഫ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പണ്ട് കാലത്തുള്ള സോൾജേഴ്സിനും അതുപോലെ തന്നെ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ട്രാവലേഴ്സിനും ഇത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. കാരണം ഇത് പെട്ടെന്ന് ചീത്തയാവില്ല. അതുപോലെ തന്നെ ഇത് വെറുതെ നമുക്ക് അരയിലൊക്കെ നമുക്ക് കെട്ടി വെക്കാവുന്നതാണ്. അപ്പോൾ പെട്ടെന്നൊരു സ്നാക്ക് ഐറ്റംസ് ഒക്കെ പോലെ ഇത് യൂസ് ചെയ്യാവുന്ന ഒരു ഫുഡ് ഐറ്റമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഒറിജിനൽ ട്രഡീഷണൽ ഫ്ലേവർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോൾട്ട് ആൻഡ് പെപ്പർ ആണ്. പക്ഷേ ഈ കാലത്ത് ഗാർലിക്കിൻ്റെയും കാരവൈഡിയും ഒക്കെ വേറെ ഫ്ലേവേഴ്സ് അവൈലബിൾ ആണ്. 2011 ജർമ്മനിയുമായിട്ട് പോളണ്ട് ഒരു ട്രേഡ് ഡിസ്പ്യൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം EU, അതായത് യൂറോപ്യൻ യൂണിയൻ, ഇതിനെ കബനോസി സ്റ്റാരോസ്പോൾസ്കി എന്ന് പറഞ്ഞിട്ടുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അത് ഒരു ട്രഡീഷണൽ സ്പെഷ്യാലിറ്റി ഗ്യാരണ്ടി ചെയ്തേക്കുന്ന പോളിഷ് ഹെറിറ്റേജ് ഉള്ള കബനോസ് ആണ്. അപ്പോൾ ഇത് പോളണ്ട് നേറ്റീവ് ആയിട്ടുള്ള ഫുഡ് വെറൈറ്റി ആണ് എങ്കിലും ഇന്ന് ഇത് ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക, ഇസ്രായേൽ, കൊളംബിയ എന്നീ റീജിയൻസിലൊക്കെ ഭയങ്കര ഫേമസ് ആണ്. ഇസ്രായേലിലാണെങ്കിൽ ഇതിൻ്റെ കോഷർ ആൻഡ് ഹലാൽ വേർഷൻസ് ഉണ്ട്. അത് ഉണ്ടാക്കുന്നത് ചിക്കനും ടർക്കിയും ഒക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ഈ കാണുന്ന അതിൻ്റെ ഒരു ബീഫ് വെറൈറ്റി ആണ്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സോൾട്ടി ആണ്, പിന്നെ ഒരു ചെറിയൊരു സ്മോക്കി ടിഞ്ച് ഉണ്ട്, നല്ല ഡ്രൈയും ആണ്, നല്ല ടേസ്റ്റാണ്. ഒരു സോസേജ്, ഒരു ഡ്രൈ സോസേജ് കഴിക്കണവരിന് നമുക്ക് കഴിക്കാൻ പറ്റും. ഇതൊരു റെഡി ടു ഈറ്റ് ഐറ്റം കൂടിയാണ്. അതുകൊണ്ടാണ് ട്രാവലേഴ്സിനും സോൾജേഴ്സിനും ഒക്കെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.